എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചതോടുകൂടി വൻ തരത്തിലുള്ള വിവാദങ്ങൾ ആണ് ഉണ്ടായിരിക്കുന്നത്. അനുമോൾ ടൈറ്റിൽ വിന്നറായതും അതിനൊരു കാരണമാണ്. എന്തെന്നാൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളതും സപ്പോർട്ട് ഉള്ളതും PR ഇല്ലാത്തതുമായ കോണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനീഷ് ആണ്. പക്ഷേ അവസാനം ഗ്രാൻഡ് ഫിനാലെ ആയപ്പോൾ അനീഷിനെ തട്ടിമാറ്റി അനുമോൾക്ക് കപ്പ് കൊടുത്തതും അനീഷിനെ ഫസ്റ്റ് റണ്ണറപ്പ് ആക്കിയതിനും പിറകെ ഗൂഢമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നും ഇതെല്ലാം ഏഷ്യാനെറ്റിന്റെ കളികൾ ആണ് എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എത്തുകയുണ്ടായി. ഇത് തന്നെയാണ് യഥാർത്ഥവും. ഏറ്റവും കൂടുതൽ ആരാധകരും വോട്ടും ഉള്ള അനീഷ് പിന്തള്ളാൻ കാരണം അനുമോളുടെ PR തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു അർഹിച്ച വിജയം അല്ല. അനുമോൾ വിജയിയാകാൻ യോഗ്യത ഇല്ല. അന്ന് അനുമോൾക്ക് 43 ലക്ഷം രൂപയും ഒരു കാറും സമ്മാനമായി കിട്ടിയിരുന്നു. എന്നാൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയ അനീഷിന് ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. മൈജി വഴി കോമണർ ആയി സെലക്ട് ആയി വന്ന വ്യക്തിയാണ് അനീഷ്. അപ്പോൾ അതുവഴി അനീഷിന് മൈജി ഫ്ലാറ്റും കാറും നൽകും എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇതൊന്നും ലഭിച്ചിട്ടില്ല എന്നും അതെല്ലാം വെറും തെറ്റിദ്ധാരണകൾ ആണെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് അനീഷ് രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് അനീഷിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യം ആണെന്നും മൈജിയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞു പലതരത്തിലുള്ള വാദങ്ങൾ ആണ് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ അതിനെല്ലാം വഴി നീക്കി ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ സ്പോൺസർ ആയ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ റോയ് അനീഷിന് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകിയിരിക്കുകയാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇതുവരെ ആർക്കും ഇങ്ങനെയൊരു സമ്മാനം ലഭിച്ചിട്ടില്ല. ഇതൊരു ചരിത്രമാണ്. അനീഷ് ഇതിനു അർഹനാണ് എന്നും അതുകൊണ്ടാണ് ഇത്രയും ദൂരെ ഇതിനായി വന്നത് എന്നും ആയിരുന്നു റോയിയുടെ വാക്കുകൾ. സമ്മാനം കിട്ടിയപ്പോൾ നിറക്കണ്ണുകളോടെ അനീഷ് കാലിൽ വീഴുകയും അതീവ സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. അനീഷിന്റെ കൂടെ ബിഗ് ബോസ് താരം ലക്ഷ്മിയും ഉണ്ടായിരുന്നു. ഇനി ലക്ഷ്മിയും അനീഷും ഒന്നിക്കുമോ എന്നും ലക്ഷ്മി ഡിവോഴ്സ് ആയ സ്ഥിതിക്ക് അതിന് സാധ്യത ഉണ്ട് എന്നും അനുമോളെക്കാൾ നല്ലത് ലക്ഷ്മി ആണെന്ന തരത്തിലുള്ള സംസാരങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ അനുമോൾ ആണ് അനീഷിന് കൂടുതൽ ചേർച്ച എന്നും മറ്റൊരു വിഭാഗം പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.